കോഴഞ്ചേരി ജില്ലാ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴമാരോപണവുമായി ആറന്മുള സ്വദേശി. കുത്തിവയ്പ്പെടുത്ത ശേഷം ശരീരത്തിനുള്ളിൽ സൂചിയുടെ ഭാഗം കുടുങ്ങി എന്നാണ് 68-കാരിയായ വത്സലയുടെ ആരോപണം. കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയ ചെയ്തുവെങ്കിലും മുഴുവൻ സൂചിയും പുറത്തെടുക്കാനായില്ല എന്നും വത്സല പറഞ്ഞു. ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഷിജോ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഈ സൂചി പുറത്തെടുക്കാനായില്ല എന്നുള്ള ആരോപണമാണല്ലോ ഇപ്പോൾ ചികിത്സയ്ക്ക് വിധേയയായ 68-കാരി പറയുന്നത്. എന്താണ് സംഭവിച്ചത്? പ്രവിത, നമുക്ക് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം ഇതൊക്കെയാണ്. അതായത് കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് ആറന്മുള സ്വദേശിയായിട്ടുള്ള 68 വയസ്സുള്ള വത്സല എന്ന് പറയുന്ന ഒരു വീട്ടമ്മ തനിക്ക് ഈ പനിയും വയറിളക്കവും ഛർദിലും ഒക്കെയുള്ള അസുഖത്തെ തുടർന്നുകൊണ്ട് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഈ അസുഖത്തെ തുടർന്ന് ചികിത്സ തേടിയതിന് പിന്നാലെ ആശുപത്രി അധികൃതർ വത്സലയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ നൽകുകയായിരുന്നു. ഈ ഇഞ്ചക്ഷൻ നൽകിയതിന് പിന്നാലെ വീട്ടിലേക്ക് വന്നു. അതിനുശേഷം ഏതാണ്ട് ഒരു വർഷത്തോളം ഇങ്ങനെ ആ ഇഞ്ചക്ഷന് ശേഷം വീട്ടിൽ തുടരുകയായിരുന്നു. അതിനിടയ്ക്ക് ഈ ഇടുപ്പിനാണ് ഈ ഇഞ്ചക്ഷൻ എടുക്കുകയും ചെയ്തത്. ഈ കുത്തിവയ്പ്പ് ഇഞ്ചക്ഷൻ എടുത്തത് ഇടുപ്പിനാണ്. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം അതിഭീകരമായിട്ടുള്ള വേദന വത്സലയ്ക്ക് അനുഭവപ്പെട്ടു. ഈ ഇഞ്ചക്ഷൻ ചെയ്ത ഭാഗത്ത് പഴുപ്പടക്കം ഉണ്ടാകുന്ന ഒരു നീർക്കെട്ടൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുപ്രകാരം വീണ്ടും ആശുപത്രിയിലെത്തി. കോഴഞ്ചേരി ആശുപത്രിയിൽ കഴിഞ്ഞ 4 ദിവസം മുമ്പ് എത്തി വീണ്ടും ചികിത്സ നടത്തിയപ്പോഴാണ്, എക്സ്റേ എടുത്തപ്പോഴാണ് ഇഞ്ചക്ഷൻ ചെയ്തതിന്റെ സൂചി ശരീരത്തിനുള്ളിൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത്. അങ്ങനെയാണ് ഈ കുത്തിവയ്പ്പിന് ശേഷം ഈ ഇഞ്ചക്ഷനിലെ സൂചി ഒടിഞ്ഞ് ശരീരത്തിലേക്ക് കയറുകയായിരുന്നുവെന്ന് വത്സലയ്ക്കും കുടുംബത്തിനും മനസ്സിലായത്. ആശുപത്രി അധികൃതരോട് ചോദിച്ചപ്പോൾ നിങ്ങൾ മറ്റെവിടെയെങ്കിലും ചികിത്സയ്ക്ക് പോയപ്പോൾ അവിടുന്ന് ഇഞ്ചക്ഷൻ ചെയ്തപ്പോൾ കയറിയതായിരിക്കാം എന്നുള്ള മറുപടി ആശുപത്രി അധികൃതർ പറഞ്ഞു എന്നുള്ള കാര്യമൊക്കെ വത്സലയും കുടുംബവും പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു വർഷത്തിനും കോഴഞ്ചേരി ആശുപത്രിയിൽ ചികിത്സ എടുത്തല്ലാതെ മറ്റ് സ്വകാര്യ ആശുപത്രിയിലും തന്നെ പോയിട്ടില്ല. കോഴഞ്ചേരി ആശുപത്രിയിൽ പോയപ്പോഴാണ് അവിടെ വെച്ചാണ് ഇഞ്ചക്ഷൻ എടുത്തത്. ആ ഇഞ്ചക്ഷനിലുണ്ടായ കുത്തിവയ്പ്പെടുത്ത സൂചിയാണ് തന്റെ ശരീരത്തിൽ കുടുങ്ങിയതെന്നും വത്സല പറയുന്നുണ്ട്. എന്തായാലും 4 ദിവസം മുമ്പ് ആശുപത്രിയിൽ പോയി ഈ പറയുന്ന എക്സ്റേ എടുത്ത് സൂചി കണ്ടെത്തി. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തി ശസ്ത്രക്രിയ നടത്തി. സൂചി പൂർണ്ണമായിട്ട് ശരീരത്തിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പറയുന്ന പഴുപ്പുള്ള സ്ഥലം കീറി ഈ സൂചി എടുക്കാനുള്ള ശ്രമം ആശുപത്രി അധികൃതർ നടത്തിയിട്ടുണ്ട്. സൂചിയുടെ ഒരു ഭാഗം മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത്. ബാക്കി ഭാഗം ഇപ്പോഴും ഈ ശരീരത്തിനുള്ളിൽ തന്നെ തുടരുകയാണ്. ഇനിയിപ്പോൾ വീണ്ടും ആശുപത്രിയിൽ പോയി സൂചി എടുക്കാൻ എനിക്ക് ഭയമാണ്, കോഴഞ്ചേരി ആശുപത്രിയിലേക്ക് പോകാൻ ഭയമാണ് എന്നൊക്കെ ഈ വത്സല പറയുന്നുണ്ട്. വത്സലയുടെ മകൻ ദീപുമായിട്ട് നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ആശുപത്രിയിൽ ചെല്ലാനാണ് ആശുപത്രി അധികൃതർ പറഞ്ഞതെന്നും ദീപു പറയുന്നുണ്ട്. എന്തായാലും വത്സല ശരീരത്തിനകത്ത് സൂചി കുടുങ്ങി എന്ന ആരോപണവുമായാണ് ഇപ്പോൾ ആറന്മുള സ്വദേശിയായ 68-കാരി രംഗത്ത് വന്നിരിക്കുന്നത്. ആശുപത്രിക്കെതിരെയാണ് ആക്ഷേപം. ശരീരത്തിനുള്ളിൽ സൂചിയുടെ ഭാഗം ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നതാണ് വത്സലയുടെ ആരോപണം. ആശുപത്രി അധികൃതർ ഇതുവരെ ഔദ്യോഗികമായി ഈ സംഭവം സ്ഥിരീകരിച്ചിട്ടില്ല. അവർ പ്രതികരിച്ചിട്ടുമില്ല. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.